പശ്ചിമേഷ്യൻ സംഘർഷം കൊടുമ്പിരി കൊണ്ടുനിന്ന അതേസമയം തന്നെ ഇസ്രായേൽ ആകട്ടെ ലെബനോനിലടക്കം മാരകമായ ആക്രമണമായിരുന്നു അഴിച്ചുവിട്ടത്. അവിടെ ഏകദേശം 1500-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും സ്ഥാപനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആക്രമണം നിർത്തുവാനോ അല്ലെങ്കിൽ അതിനൊന്നും തന്നെ ഇസ്രായേൽ തയ്യാറാകാത്തത് വലിയ രീതിയിൽ സംഘർഷം കൂടുതൽ മൂർച്ഛിക്കാനും കാരണമായിരുന്നു. എന്നാൽ ഇപ്പോൾ നീണ്ട 35 കൊല്ലത്തിനൊടുവിൽ തന്നെ ഈ സംഘർഷത്തിന് ഒരു പരിഹാരം വേണമെന്ന ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് ഇരു രാജ്യവും എത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇരുപക്ഷത്തെയും നേതാക്കൾ തമ്മിൽ ഇനി വരും ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള സംഘർഷം ഒരു അവസ്ഥ അത് അവസാനിപ്പിക്കുന്നതിനായി തന്നെ രണ്ട് രാജ്യങ്ങളിലെയും ഭരണതലവന്മാർ വരുന്ന വ്യാഴാഴ്ച നേരിട്ട് സംസാരിക്കുമെന്ന അറിയിപ്പാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന ഈ സംഭാഷണം അത് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാനും നിർണായക നീക്കമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ നീക്കം അതിനായി തന്നെ വിലയിരുത്തപ്പെടുകയാണ്. മാർച്ച് 2-ന് പോരാട്ടം തുടങ്ങിയതിനു ശേഷം ലെബനനിലാകട്ടെ 260 സ്ത്രീകൾ, 172 കുട്ടികൾ, 91 മെഡിക്കൽ ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ തന്നെ കുറഞ്ഞത് 2167 ഏകദേശ കണക്കാണ് സൂചിപ്പിക്കുന്നത്. ഇവർ കൊല്ലപ്പെട്ടതായി തന്നെ രാജ്യത്തെ ഔദ്യോഗിക ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. 10-ലധികം ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് പുതിയ ചർച്ചയ്ക്ക് ഇപ്പോൾ വേദി ഒരുങ്ങുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇറാനെതിരായ US-ഇസ്രായേൽ ആക്രമണത്തിന്റെ ഭാഗമായി ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി ഇസ്രായേൽ ലെബനനിൽ നടത്തിയ ആക്രമണത്തിൽ വൻതോതിലുള്ള നാശനഷ്ടങ്ങളും ആൾനാശവും സംഭവിച്ചിട്ടുണ്ട്. അവിടെ സൈനിക നീക്കങ്ങൾ അവിടെ തുടരുമ്പോഴും ലെബനൻ സർക്കാരുമായി ചേർന്നുകൊണ്ട് ഒരു സ്ഥിരമായ പരിഹാരം കണ്ടെത്താനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അതേസമയം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങണമെന്നും അടിയന്തരമായി തന്നെ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നതുമാണ് ലെബനന്റെ പ്രധാന ആവശ്യം. ഇതിനിടയിലാണ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ തന്നെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇരുപക്ഷവും തമ്മിൽ നടത്തുന്ന ആദ്യത്തെ ഇടപെടൽ അവിടെ അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെ ചരിത്രപരമായ ഒരു കൂടിക്കാഴ്ച എന്ന് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേലും ലെബനനും ഇതിനിടയിൽ തന്നെ അല്പം സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. രണ്ട് നേതാക്കളും സംസാരിച്ചിട്ട് ഏകദേശം 34 വർഷത്തിലേറെയായി എന്നും അത് നാളെ എന്തായാലും ആ ഒരു കണക്കിന് വിരാമം ഇട്ടുകൊണ്ട് ഇരുവരും നാളെ അത് വലിയൊരു സംഭവം അവിടെ ഉണ്ടാകുമെന്നും അത് ട്രൂത്ത് സോഷ്യലിലൂടെ തന്നെ താൻ അറിയിക്കുന്നതായി ട്രംപ് വ്യക്തമാക്കുകയാണ്. ഏതൊക്കെ നേതാക്കളാണ് ചർച്ചയിൽ പങ്കെടുക്കുക എന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണിനെയുമാണ് ഇപ്പോൾ ട്രംപ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നതായി തന്നെ വിലയിരുത്തപ്പെടുന്നത്. 1948 മുതൽ ഇരു രാജ്യങ്ങളും സാങ്കേതികമായി തന്നെ സംഘർഷാവസ്ഥയിൽ തുടരുന്നതിനാലും ഔദ്യോഗിക നയതന്ത്ര ബന്ധങ്ങൾ പുലർത്തുന്നതിനാൽ തന്നെ ലെബനൻ ഇസ്രായേൽ നേതാക്കൾ തമ്മിലുള്ള ഉന്നതതല കൂടിക്കാഴ്ച അത്യപൂർവമാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ലെബനൻ യുദ്ധത്തിന് ശേഷം 1983-ലാണ് ആദ്യമായി ഒരു ഉന്നതതല ഇടപെടൽ നടന്നിരിക്കുന്നത്. അന്ന് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾ ഹ്രസ്വകാല വെടിനിർത്തലിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.